ബിഗ് ബോസിനെ കുറിച്ചാണ് ഇന്നും സംസാരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ ദിവസം അൻസിബ പുറത്തായതിനെ കുറിച്ചിട്ടെല്ലാം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അൻസിബ ഇപ്പോൾ പുറത്തു പോകേണ്ട ആളല്ല. കാരണം വോട്ടിങ്ങിൽ നല്ല രൂപത്തിൽ വോട്ട് അൻസിബക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഋഷിയേക്കാളും ടോപ്പിൽ വോട്ട് കിട്ടിയത് അൻസിബക്ക് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് അത്യാവശ്യം കാണുന്നവർക്കെല്ലാം അറിയാം. ആ വോട്ടിങ്ങിൻ്റെ നില വെച്ചിട്ടാണ് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ വിധിപ്രകാരമാണ് ബിഗ് ബോസ് നിന്ന് ഔട്ടാവുന്നത് എന്ന കാര്യം ലാലേട്ടൻ എപ്പിസോഡിൽ പറയുന്നുണ്ട്. പക്ഷേ അത് തീർത്തും ശരിയല്ല എന്ന രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ നടന്നു വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു യൂട്യൂബറായ ജസ്ന AS എന്ന് പറയുന്ന ഒരു യൂട്യൂബർ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലെ വെളിപ്പെടുത്തൽ രഹസ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അൻസിബ പുറത്താവാനുള്ള കാരണമൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്കെന്നാൽ ആ വീഡിയോൻ്റെ കുറച്ച് ഭാഗങ്ങൾ കേൾക്കാം. കിച്ചൺ വിട്ടാൽ കട്ടില് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിൽ പോയി ഇരുന്നിട്ട് പരദൂഷണം പറയാം. ഈ വക കണ്ടന്റുകൾ മാത്രമേ അൻസിബയുടേത് പുറത്തു വരാൻ പാടുള്ളൂ എന്ന് ഇവർക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. അൻസിബ അവിടെ ചെയ്യുന്ന ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് ഒന്നും എന്ത് ചെയ്യരുത്, ഒരുപാട് പുറത്തേക്ക് വരരുത് എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. ഇവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരുപാട് നല്ല മൊമെന്റ്സ് അൻസിബയുടേതായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവർക്കത് പേഴ്സണലി എഡിറ്റ് ചെയ്തിടാനുള്ള ഓപ്ഷൻ ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. സ്ട്രിക്റ്റ് ആയിട്ടും അൻസിബയ്ക്കെതിരെ ഇങ്ങനെയൊരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അൻസിബയുടെ വിഷ്വൽസ് ഈ തരത്തിൽ പുറത്ത് പോകാൻ പാടുള്ളൂ എന്നുള്ളത്. പിന്നെ ഒരു മോർണിംഗ് ടാസ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിലേക്ക് എൻ്റർ ആയതെന്നൊക്കെ കുറിച്ച് അവരോട് പറയുന്ന ഒരു മോർണിംഗ് ടാസ്കിൽ എല്ലാവരും പങ്കെടുക്കണം എന്നുള്ളത് തന്നെയാണ് അല്ലേ. അതേപോലെ തന്നെ അതിൽ അൻസിബയുടേതായിട്ടുള്ള ഒപ്പീനിയനും പറഞ്ഞു. പക്ഷെ അവർക്കതത്ര ദഹിച്ചിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസിബ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് കുറച്ച് അവരെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ളതായതുകൊണ്ട് തന്നെ അപ്പോൾ അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം എഡിറ്റർമാരുടെ കയ്യിലാണ് ഈ ബിഗ് ബോസ് ഷോ മൊത്തം ഇരിക്കുന്നത്. ഇവർ ഒരു ഷൂട്ട് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഇത്രയും ക്യാമറകളുണ്ട്. പക്ഷേ ഇവർക്ക് താല്പര്യമുള്ള ആളുകളെ മാത്രം, നല്ല കാര്യങ്ങൾ മാത്രമാണ് ഇവർ പുറത്തേക്ക് വിടുന്നത്. ഇപ്പോൾ അൻസിബയുടെ ഒരുപാട് നല്ല നല്ല വിഷ്വൽസ് അവിടെ ഉണ്ടായിരുന്നു, അതൊന്നും ഇവർ പുറത്തേക്ക് കാണിച്ചിട്ടില്ല. അപ്പം ജനങ്ങൾ കാണുന്നത് എന്താ, അൻസിബ എപ്പോഴും കട്ടിലിൽ കിടക്കുന്നതും കട്ടിലിൽ അവിടെ ഇരിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അൻസിബയുടെ പരമാവധി നെഗറ്റീവ് കാര്യങ്ങളൊക്കെയാണ് ഇവർ പുറത്തേക്ക് വിടുന്നത്. ഈ പുറത്തേക്ക് വിടുന്ന കാര്യങ്ങളാണ് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അപ്പോൾ പ്രേക്ഷകർ പ്രത്യേകിച്ച് തന്നെ കട്ടിൽ റാണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരിൽ ഒരു വളരെ മോശമായ രീതിയിൽ തന്നെയാണ് അൻസിബയെ ചിത്രീകരിച്ചത്. കാരണം ഇവർക്ക് ആദ്യമേ അൻസിബ ഇത്ര ദിവസം മാത്രമേ ഇവിടെ നിൽക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഓരോരുത്തരും അതിനുള്ളിലെ ഓരോരുത്തരും ഇത്ര ദിവസം മാത്രമേ നിൽക്കാൻ പാടുള്ളൂ എന്ന രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അവരെ ആ ഒരു സ്ക്രിപ്റ്റഡ് കൃത്യമായിട്ട് നടപ്പിലാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ കാണുന്ന വീഡിയോ ഇവർക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടിയ വീഡിയോ ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിൽ നടക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ എഡിറ്റർമാരോട് കൃത്യമായി ഇത് പുറത്തേക്ക് വരാൻ പാടില്ല, ഇന്ന കാര്യങ്ങളാണ് പുറത്തേക്ക് വരാൻ പാടുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. ഈ എപ്പിസോഡിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്ന ഒരാൾ ഇവരോട് കൃത്യമായിട്ടൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവർ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പം ഇതിലൂടെ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ അവർ പറയുന്ന കാര്യം കൂടി നമുക്കൊന്ന് കേൾക്കാം. ഈ ഷോയുടെ വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരാൾ ഇവർക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു. അൻസിബയുടെ ഗ്രാഫ് ഉയർന്നത് കണ്ടപ്പോൾ അവരോട് പറഞ്ഞു, ഇത്രേ പേടിക്കേണ്ട, വീക്കെൻഡ് എപ്പിസോഡിൽ അതായത് വോട്ടിങ്ങിൽ പിടിച്ചോളാം എന്ന് പറഞ്ഞു. വീക്കെൻഡ് എപ്പിസോഡിൽ അൻസിബ ഔട്ടാവുകയും ചെയ്തു. അതാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അതായത് വീക്കെൻഡ് എപ്പിസോഡിൽ നമുക്ക് അതിൽ പിടിച്ചോളാം, അൻസിബയെ നമുക്ക് വീക്കെൻഡ് എപ്പിസോഡിൽ കൃത്യമായിട്ട് പിടിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അപ്പം വോട്ട് നോക്കിയിട്ടൊന്നുമല്ല, വോട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഋഷിയേക്കാളും മുകളിലാണ് അൻസിബയ്ക്ക് വോട്ട്. അങ്ങനെയെങ്കിൽ അൻസിബ പുറത്താകാൻ പാടില്ലല്ലോ. പക്ഷേ ഇവർ ചെയ്തതെന്ന് വെച്ചാൽ അൻസിബയെ ഇവർ ടാർഗറ്റ് ആദ്യമേ ഇന്ന എപ്പിസോഡിൽ അവർ പുറത്താക്കും എന്നത് നേരത്തെ തീരുമാനിച്ചതാണ്. അപ്പോൾ കൃത്യമായിട്ട് വോട്ടിങ്ങിൽ പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആ ആഴ്ചയാണ് പുറത്താക്കുന്നത്. കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറയുമ്പോഴൊക്കെ ജാസ്മിൻ്റെ ആർമി, അതേപോലെ ജാസ്മിൻ്റെ ഫാൻസ്, ജാസ്മിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ നമ്മളെ വല്ലാണ്ട് കമൻറ്റിലൂടെയും മറ്റും ആക്രമിക്കുന്നുണ്ട്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ സത്യസന്ധമായ കാര്യങ്ങളാണ്. അതായത് നേരത്തെ ഒരാളെ തീരുമാനിച്ചിട്ട് അവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നടത്തുന്ന പോലെയാണ് ഈ ഷോ. കാണുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ, അല്ലാതെ അവർക്ക് തിരിയില്ല. പക്ഷേ കൃത്യമായിട്ട് ഈ ഷോ കാണുന്നവർക്ക് ബോധ്യപ്പെടുകയാണ്. ക്യാമറയിൽ നിന്ന് കിട്ടുന്ന വിഷ്വൽസ് ഇവർ എഡിറ്റ് ചെയ്തിട്ടാണ്, കട്ട് ചെയ്തിട്ടാണ് നമുക്ക്
കാണിക്കുന്നത്. അപ്പം ഒരാൾ മോശപ്പെടുത്താൻ വേണ്ടി അയാൾ ഒരു ദിവസം ഫുൾ 24 അവേഴ്സ് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതിൽ പകുതി ചിലപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ നല്ല കാര്യങ്ങൾ അവിടെ മാറ്റി വെച്ചിട്ട് മോശം കാര്യങ്ങളിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ട് ഓരോ ആൾക്കാരിലേക്ക് നെഗറ്റീവ് ചെയ്യുന്ന പരിപാടിയൊക്കെയാണ് ഇവിടെ എഡിറ്റർമാർ എന്ന നിലയിൽ ഇവർ ചെയ്യുന്നത്. അപ്പം അവിടെ ഇല്ല എഡിറ്റർമാർ അടക്കം പുറത്തേക്ക് ഇത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഇതുപോലെയുള്ള യൂട്യൂബർമാർ ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത്. അപ്പോൾ തുടർന്നും നമുക്ക് ഇനി പ്രതീക്ഷിക്കേണ്ടി ഇപ്പോൾ ജിൻഡോയാണ് അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ കളിക്കുന്നത്. ജിൻഡോ, സിജോ ഒക്കെയാണ്. അപ്പോൾ ഇവരെ ഏതെങ്കിലും തരത്തിൽ ഇവർക്കൊരു ഇത്ര ദിവസത്തിൽ ഏതെങ്കിലും എപ്പിസോഡ് പുറത്താക്കണമെന്നൊരു ഉണ്ടാവും. ആ എപ്പിസോഡ് കൃത്യമായി ജിൻഡോ ആയാലും സിജോ ആയാലും അവർ പുറത്താക്കുമായിരിക്കും. അവർക്ക് ആർക്കാണ് കപ്പ് കൊടുക്കണം തീരുമാനിച്ചത് അവർക്ക് ആ കപ്പ് കിട്ടുക തന്നെ ചെയ്യും.